തിരൂർ മുസ്ലിം ലീഗുമായി സഹകരിക്കാൻ എക്കാലത്തെയും ജമാഅത്തെ ഇസ്ലാമി സന്നദ്ധമാണെന്നും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലീഗിനുണ്ടായ വിജയത്തിൽ യാതൊരു ആശങ്കയുമില്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ ടി ആരിഫ് അലി പറഞ്ഞു. തിരൂർ സംഘർഷത്തിനിടെ തിരൂർ സംഘടനയുടെ നവീകരണ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. 2001-2006 UDF ഭരണത്തേക്കാൾ മികച്ചതിനു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പിന്തുണച്ചാലും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന്റെ നല്ല വശങ്ങളോട് സംഘടന യോജിക്കുന്നു എന്നാണ്. കോൺഗ്രസിന്റെ സാമ്രാജ്യത്വ വികസനത്തെയും തുറന്നു ശത്രുവായത് സൂക്ഷ്മതയോടും മര്യാദയുടെ മൂല്യങ്ങളോടും പ്രവർത്തിക്കാൻ സാധിച്ചാൽ മുസ്ലിം ലീഗിന് ഇനിയും കൂടുതൽ സീറ്റുകൾ ലഭിക്കും, ആരിഫ് അലി വ്യക്തമാക്കി. പ്ലാസ്റ്റിക്കിനെതിരെ സന്ധില്ലാ സമരവുമായി ജവഹർ നവോദയ കുട്ടികളുടെ ചലച്ചിത്രോത്സവം ജൂൺ 12-ന്. ഓണവില്ലിൻ ഈണം മറക്കാതെ. അനധികൃത സ്ഫോടന വസ്തുക്കൾ പിടികൂടി. അത് എവിടെയാണ് പിടികൂടിയത്? ഡിവൈഎസ്പിയുടെ വീട്ടിലെ മോഷണം, പ്രതികളെ റിമാൻഡ് ചെയ്തു. കോർട്ട് അഡ്മിഷൻ. പ്രതിഷേധവുമായി കർഷകരും നാട്ടുകാരും 24 പേരെ അറസ്റ്റ് ചെയ്തു നീക്കി. എരമംഗലം തിരുനാവായ ഗുരുവായൂർ റെയിൽപാതയുടെ സർവേയുടെ 2ാം ദിവസം സർവേ നടക്കുന്ന ഉപ്പുങ്ങൽ കോൾ പടവിനടുത്ത് ആമയത്തോട് പ്രതിഷേധവുമായി കർഷകരും നാട്ടുകാരും എത്തി. വെള്ളിയാഴ്ച പകൽ 10-ന് ഉപ്പുങ്ങൽ പാലത്തിനടുത്ത് ആമയത്ത് തടിച്ചുകൂടിയ 100-ലേറെ വരുന്ന സമരക്കാർ സർവേക്കായി വന്ന റവന്യൂ ഉദ്യോഗസ്ഥരെ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ അനുവദിക്കാതെ തടഞ്ഞു. സംഭവ സ്ഥലത്തെത്തിയ പൊന്നാനി CI ദിനരാജന്, ചങ്ങരംകുളം SI അൽതാഫ് അലി, പെരുമ്പടപ്പി SI ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിഷേധക്കാരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇതേ തുടർന്ന് പ്രതിഷേധക്കാരായ 24 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമാണ് ഉദ്യോഗസ്ഥർക്ക് വാഹനത്തിൽ നിന്ന് ഇറങ്ങാനായത്. പിന്നീട് പോലീസ് സാന്നിധ്യത്തിൽ സർവേ തുടങ്ങി. കോൾ മേഖലയിലെ തകർത്തുകൊണ്ടുള്ള ഒരു റെയിൽപാത തങ്ങൾക്ക് വേണ്ടെന്ന് കർഷകർ പറയുന്നു. തണ്ണീർത്തടങ്ങൾക്ക് സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ കൃഷിയിടങ്ങൾക്ക് മാത്രമല്ല പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തന്നെ തകരാറിലാകുമെന്നാണ് കർഷകരുടെയും നാട്ടുകാരുടെയും പ്രതിഷേധക്കാർ പറയുന്നത്. കോൾ നിലങ്ങളിലൂടെ റെയിൽപാത വന്നാൽ കൊയ്ത്ത് യന്ത്രങ്ങൾ പാടത്തേക്ക് ഇറക്കാൻ സാധിക്കില്ലെന്നും ഇവർ പറയുന്നു. എന്നാൽ കോൾ നിലങ്ങൾക്കും കർഷകർക്കും കൂടുതൽ പ്രയാസങ്ങളില്ലാതെയാവും റെയിൽപാത നിർമ്മിക്കുകയെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ പറയുന്നു. കോൾ നിലങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനാവശ്യമായ പാലങ്ങൾ നിർമ്മിച്ചായിരിക്കും പാത യാഥാർത്ഥ്യമാക്കുമെന്ന് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ബുധനാഴ്ച റവന്യൂ ഉദ്യോഗസ്ഥർ നടത്തിയ പ്രാരംഭ പരിശോധനയെ തുടർന്ന് വ്യാഴാഴ്ചയാണ് പെരുമ്പടപ്പ് വില്ലേജിലെ ഉപ്പുങ്ങൽ കോൾ പടവിൽ സർവേ തുടങ്ങിയത്.